ഓക്കെ, ഇപ്പോൾ കാണിച്ചില്ല. ഇവിടെ ഇങ്ങനെ ധാരം വെക്കണം. ധാരം ഇട്ടണം. ധാരം ഇട്ടിട്ട് കുറച്ച് മണ്ണ്, ഇത് പോച്ച മറയത്തക്ക രീതിയിൽ മണ്ണിടണം. നമ്മൾ മറ്റേ പോച്ചയെല്ലാം ഇട്ടില്ലേ, പുല്ലൊക്കെ ഇട്ടില്ലയോ, ആ പുല്ലിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണിടാം. മണ്ണിടാൻ ആ പോച്ചയെല്ലാം മറയണേ. പോച്ചയൊന്ന് അമുക്കി വയ്ക്കണം. അമുക്കി വെച്ചിട്ട് അധികം വരുന്ന പോച്ച ഇനി എടുക്കണം. മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ വിളിച്ച് വരും, മനസ്സിലായേ? എന്നിട്ട് പോയി നമ്മൾ നടാനുള്ളത് വള്ളി കട്ട് ചെയ്തുകൊണ്ട് വരാം. വള്ളി അങ്ങോട്ട് കുറച്ചെടുക്കുക. പഴയ മുടക്കം കട്ട് ചെയ്ത് കളയണേ. ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമ്മളെ സമയം കളയുമെന്ന് വിചാരിക്കല്ലേ, നല്ലൊരു ഐഡിയ ഇത്. ഓക്കെ, ഈ ഓട്ടയിലേക്ക് ഇറക്കി അങ്ങേ അറ്റം കൊണ്ടുവരണം. ഇപ്പുറത്തെ ഓട്ടയിൽ കൊണ്ടുവരണ്ട, ഒരു മുക്കാൽ ഭാഗം അവിടെ ഇരിക്കണം. ഒരു 2-3 മുട്ട് വെളിയിൽ നിൽക്കണേ. 2-3 തട്ടായിട്ട് വയ്ക്കാം നമുക്ക്. ഇനി ഉള്ളിലേക്ക് കയറ്റുക. മണ്ണിൻ്റെ മേളിലാണ്, മേളിലോട്ട് വയ്ക്കുക. ഇനി അറ്റം കൊണ്ടുവരിക. ഞാൻ ഇപ്പുറത്തെ ഓട്ടയിൽ കൊണ്ടുവരുന്നത് അത്രേ മതി. ഇത് മുമ്പ് മതി. കാണാനൊന്നുമില്ല. കണ്ടോ ഇങ്ങനെ നോക്കിയോ, കണ്ട 4 നിലയ്ക്ക് ഓട്ട ഇട്ടിട്ട് വയ്ക്കുക. കണ്ട ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഈ തല മൂടത്തക്ക രീതിയിൽ മണ്ണിടണം. ഓക്കെ, പോച്ച മറന്നിരിക്കണം. ഓക്കെ, ഇത് മുകളിൽ ഓട്ട ഇടണം. ഇനി എന്താണ്ടേ കപ്പത്തലയുടെ വള്ളി കൊണ്ടുവന്നേ.